പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ശാലോം ടി വിയിലൂടെ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും അതിരറ്റ കരുണയെക്കുറിച്ചും ഓർത്ത് നമ്മൾ നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും ശാപങ്ങളും മരണഭയവും വേദനകളും എല്ലാം കർത്താവായ യേശു കുരിശിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ഈ ഒരു യാഥാർത്ഥ്യം എത്രയോ പ്രത്യാശ നൽകുന്നതാണ്. യേശു എനിക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയിട്ടാണ് യേശു എല്ലാം ഏറ്റെടുത്തതെന്നുള്ള ആഴമായ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിപ്പിക്കട്ടെ. വിശുദ്ധ കൊച്ചറേസ്യയുടെ ജീവിതത്തിൽ കൊച്ചറേസ്യയ്ക്ക് ഈ ഒരു വലിയ ആഴമായ അവബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചറേസ്യ യോഹന്നാൻ്റെ സുവിശേഷം 3:16 അത് വായിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചറേസ്യ പറയുന്നത്, ആ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഹി സെൻറ്റ് ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ദൈവം ലോകത്തെ തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു, നൽകി. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പിതാവായ ദൈവം യേശുവിനെ നൽകി. നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുക്കാൻ പിതാവായ ദൈവം യേശുവിനെ നൽകി. നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ പിതാവായ ദൈവം യേശുവിനെ നൽകി. ഹി ഗേവ് ഹിസ് സൺ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ യേശുവിനെ പിതാവ് നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്തെയും കരുണയും ഓർത്ത് ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, നമുക്കറിയാം. ഒരുപാട് ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു ദിവസമല്ലേ ഇത്. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ച് യേശുവിനെ തന്നു. വീണ്ടും യോഹന്നാൻ 3:17 പറയുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശു വഴിയാണ് നമുക്ക് രക്ഷയുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല. റോമ 9:16 പൗലോസ്ലീഹ പറയുകയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹമോ നമ്മുടെ പ്രയത്നമോ അല്ല, മറിച്ച് എൻ്റെ കർത്താവ് കുരിശിൽ ചെയ്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കർത്താവായ യേശുക്രിസ്തു കുരിശിലേക്ക് കയറി എൻ്റെ പാപങ്ങളും ശാപങ്ങളും മരണഭയവും വേദനകളെല്ലാം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ എനിക്ക് വേണ്ടി ഇത് ചെയ്തു. എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയല്ല. ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണ്, ഉത്ഭവഭാവമുള്ളവനാണ്, എൻ്റെ ഹൃദയം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. പക്ഷേ എൻ്റെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് എന്ത് ചെയ്യുകയാണ്? എല്ലാം ഏറ്റെടുക്കുകയാണ്. ഒരു 2 കൊരിന്തോസ് 5:21 വചനമുണ്ട്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ജീസസ് ബിക്കേം സിൻ ഫോർ അസ്. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. യേശുവേ, യേശുവിൽ ഒരു പാപവും ഇല്ല, പക്ഷേ പിതാവായ ദൈവം യേശുവിനെ പാപമാക്കി മാറ്റി. പാപം അറിയാത്തവൻ പാപമായി. നമ്മുടെ എല്ലാ പാപങ്ങളും, ലോകം മുഴുവൻ്റെയും പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് വചനം പറയുകയാണ്, അവനിൽ, യേശുവിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്, റൈറ്റ്യസ്നെസ്. എനിക്ക് എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവം തന്നെ കടന്നു വന്ന്, യേശു തന്നെ കടന്നു വന്ന് എൻ്റെ പാപങ്ങളും ശാപങ്ങളും മരണഭയവും വേദനകളെല്ലാം അങ്ങോട്ട് ഏറ്റെടുത്ത് എന്തിനു വേണ്ടിയാണ്? ഞാൻ നീതിയാകെ. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു കോൺഫിഡൻസ് വേണം. അവനിൽ, വചനം പറയാണ്, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ആത്മാവിലേക്ക് വരട്ടെ. വലിയൊരു അവബോധം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എൻ്റെ സ്വന്തം ഇടവപ്പള്ളിയിൽ അവിടെ കർത്താവിൻ്റെ ക്രൂശിക്കപ്പെട്ട രൂപമുണ്ട്. ഒപ്പം തന്നെ ആ രൂപത്തിൻ്റെ സമീപത്തായിട്ട് പരിശുദ്ധ മാതാവുണ്ട്. ആ രൂപത്തിൻ്റെ സമീപത്തായിട്ട് മഗ്ദലന മറിയമുണ്ട്.
അതോടൊപ്പം തന്നെ ഒരു കുന്തം പിടിച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരനുണ്ട്. പക്ഷെ പട്ടാളക്കാരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ അനുതാപം, ഒരുപാട് എളിമ അയാളുടെ മുഖത്ത് കാണും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും വലിയ വിവരം ഉണ്ടായിരുന്നില്ല. സെമിനാരിൽ ചേർന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ കുന്തവും പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവടിൽ നിന്നിരുന്ന അയാളുടെ പേര് ലോങ്കിനോസ് ആണത്രേ. ഈ ലോങ്കിനോസിൻ്റെ പ്രത്യേകത, ഈ റോമ പട്ടാളക്കാരിൽ വളരെ ക്രൂരനായിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ ലോങ്കിനോസ്. ആരാണ്ട് അദ്ദേഹത്തിന് ഒരു കണ്ണ് അടിച്ചു പൊട്ടിച്ചു. ഏതായാലും ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒറ്റക്കണ്ണനായിരുന്ന ലോങ്കിനോസാണ് യേശു മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു കുന്തവും പിടിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് പോണത്. അങ്ങനെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് ഈ ലോങ്കിനോസാണ് കുന്തം കൊണ്ട് ആഞ്ഞു കുത്തിയത്. അപ്പോൾ വിലാപ്പുറത്ത് നിന്ന് ഒഴുകുന്ന പരിശുദ്ധമായ രക്തവും ഒരു തുള്ളി വെള്ളവും ഈ ലോങ്കിനോസിൻ്റെ പൊട്ടക്കണ്ണിൽ വീണു എന്നാണ് മനോഹരമായ പാരമ്പര്യം. അത് വിശുദ്ധ അഗസ്തീനോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഗസ്തീനോസാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ പരിശുദ്ധമായ ചോരയും പരിശുദ്ധമായ നീരും വീണ് പൊട്ടക്കണ്ണൻ്റെ കണ്ണു തുറന്നു. ഹല്ലേലൂയ! ഈ പൊട്ടക്കണ്ണൻ്റെ കണ്ണു തുറന്നപ്പോൾ ഈ പൊട്ടക്കണ്ണൻ കണ്ട കാഴ്ച എന്താ? തനിക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൻ കണ്ടു. തൻ്റെ പാപങ്ങളും തൻ്റെ ശാപങ്ങളും തൻ്റെ ക്രൂരതയുമെല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ കുരിശിൽ കടന്ന് പടഞ്ഞു മരിച്ച് തനിക്കു വേണ്ടി രക്ഷ നൽകിയ യേശുവിനെ കണ്ടപ്പോൾ ലോങ്കിനോസ് പറഞ്ഞു, ദൈവമേ ദൈവമേ, ഞാൻ നിൻ്റെതാണ്, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം. ലോങ്കിനോസിൻ്റെ ജീവിതം ലോങ്കിനോസ് യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. മനോഹരമായ പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്. അയാൾ ക്രിസ്ത്യാനിയായി കത്തോലിക്കനായിട്ട് മാറി. അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിക്കുക മാത്രമല്ല, കുറേ കഴിഞ്ഞപ്പോൾ ഒരു മെത്രാനായിട്ട് മാറിയെന്നാണ് പറയണത്. തുടർന്ന് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, കൊരിന്തോസ് 2:5-15 വചനം പറയുന്നത് ഇങ്ങനെയാണ്: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി മാത്രമല്ല, യേശു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. എല്ലാവർക്കും വേണ്ടി, ലോകം മുഴുവനും വേണ്ടി. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം പള്ളിയിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ വീട്ടിലെ ചില അംഗങ്ങൾ കാണുമായിരിക്കും. ചിലപ്പോഴെങ്കിലും ഞാൻ ചില ആൾക്കാർ പറഞ്ഞു കേട്ടോ, അച്ഛാ ദുഃഖവെള്ളി പോലും ഞാൻ മദ്യപിക്കുകയും ഇറച്ചി തിന്നുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് പറ്റിയില്ലായിരുന്നു. എനിക്കങ്ങനെ ആ യേശുവിനുള്ള സ്നേഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ദുഃഖവെള്ളി പോലും ഒരുപാട് പാപത്തിൽ പതിച്ച വ്യക്തിയാണ്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ ചില പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെയുള്ള അധപതനത്തിലേക്കൊക്കെ പോകുന്നത് കണ്ട് ഇന്നൊരുപാട് സങ്കടപ്പെട്ടാണ് നിങ്ങൾ വചനം കേൾക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലോങ്കിനോ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രക്തം അവരെല്ലാം കഴുകട്ടെ. നമ്മുടെ കർത്താവായ യേശു അവരെല്ലാം തന്നിലേക്ക് ഒന്നിപ്പിക്കട്ടെ. എഫേസ്യ ലേഖനത്തിൽ 2:13 വചനം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. നോക്കിയേ, ഒരിക്കൽ വിദൂരസ്ഥർ, ഈശോയിൽ നിന്ന് അകന്ന്, വിശുദ്ധിയിൽ നിന്ന് അകന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന്, സ്വന്തം വഴിക്ക് പോയ ധൂർത്തപുത്രനെ പോലെയൊക്കെ പോയ തരത്തിലുള്ള വ്യക്തികൾ കാണും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവൻ. യേശുവിൻ്റെ ജീവൻ യേശു അങ്ങോട്ട് സമർപ്പിച്ചു. അപ്പോൾ ആ യേശുവിൻ്റെ രക്തം വഴി നമ്മൾ സമീപസ്ഥരാണ്. ഞാൻ ഓർക്കാണ്, ഒരിക്കലും വിദേശ രാജ്യത്ത് ഒരു ജയിലിൽ ഒട്ടും തന്നെ അനുതാപമില്ലാത്ത ഒരു വ്യക്തി കിടക്കുകയാണ്. അപ്പോൾ അയാൾ വളരെ മാരകമായ പാപം ചെയ്ത് കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ആ ജയിൽ സന്ദർശിക്കുന്ന ഒരു ശുശ്രൂഷകരുണ്ട്. അപ്പോൾ അവർ ജയിൽ സന്ദർശിക്കുമ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പി ഈ വ്യക്തിക്ക് കൊടുത്തു. അപ്പോൾ ഈ വ്യക്തി അതെടുത്ത് വലിച്ചൊരൊറ്റ ഏറങ്ങോട്ട് എറിഞ്ഞു. ഒട്ടും താല്പര്യം കാണിച്ചില്ല എന്ന് മാത്രമല്ല, വലിച്ചൊരൊറ്റ ഏറ്. അപ്പോൾ ഈ കുട്ടിക്ക് അത് ഭയങ്കര വേദനയായി. ആ കുട്ടി വീട്ടിൽ ചെന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. യേശുവേ, രക്തം കൊണ്ട് ആ വ്യക്തിയെ കഴുകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇവിടെ ഈശോ ചെയ്തൊരു അത്ഭുതം എന്താ അറിയാമോ? ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി അന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ അയാളൊരു സ്വപ്നം കാണുകയാണ്. അയാളൊരു സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട അയാളുടെ മോളുണ്ട്. അത് കണ്ടിട്ടൊക്കെ കാലങ്ങളായി. അപ്പോൾ ഈ മോള് ഈ അപ്പൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരികയാണ്. ഈ
ഈ അപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഈ അപ്പൻ മകളുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. പക്ഷേ രണ്ടുപേരും പരസ്പരം കാണുന്നതിന് മുമ്പ് ഒരു മല, ഒരു മതിൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പോൾ മതിൽ ഉയർന്നതിന് മുമ്പ് ഈ മകളെ കാണണം, കെട്ടിപ്പിടിക്കണം, സ്നേഹിക്കണം എന്ന് വിചാരിച്ച് ഈ അപ്പൻ ഓടി അടുത്തേക്ക് ചെന്നെങ്കിലും ആ മതിൽ ഉയർന്ന് ഈ മകളെയും അപ്പനെയും തമ്മിൽ അകറ്റി. അപ്പോൾ ഇയാൾ ഇങ്ങനെ അവിടെ പൊട്ടിക്കരയുകയാണ്. ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിലായി എഴുന്നേറ്റു. അയാളുടെ മനസ്സിലൊരു ഭയങ്കരമായൊരു വേദനയും ഒരു പ്രത്യേക അസ്വസ്ഥതയും നിറയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ ഉണർന്നപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹം വലിച്ചെറിഞ്ഞ ബൈബിൾ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. എന്തോ ഒരു പ്രേരണയാൽ അയാൾ ബൈബിൾ തുറന്നപ്പോൾ അദ്ദേഹം ഒരു വചനം കണ്ടു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. യേശുവിൻ്റെ രക്തം നിന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്ലൻസസ് യു ഫ്രം എവ്രി സിൻ. യേശുവിൻ്റെ രക്തം നിന്നെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഈ വചനം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ വാവിട്ട് കരയാൻ തുടങ്ങി. അയാൾക്ക് എന്തോ ഒരു സ്വർഗീയ അഭിഷേകം കിട്ടി. അയാൾ പറഞ്ഞു, യേശുവേ, നിന്റെ രക്തം കൊണ്ട് നീ എന്നെ കഴുകിയല്ലോ, ഞാൻ എത്രയോ വലിയ പാപിയാണ്. പ്രിയപ്പെട്ടവരെ, അയാൾക്ക് ഒരു അഭിഷേകം കിട്ടുകയാണ്. കാരണം സ്വപ്നത്തിൽ അയാൾ ഒരു കാര്യം കൂടെ കണ്ടായിരുന്നു. അയാൾ കണ്ട കാര്യം ഇങ്ങനെയാണ്: ഈ ഉയർന്ന മലയുടെ മുകളിൽ നിന്ന് 1-2 രക്തത്തുള്ളി ഒഴുകണതും ഈ മല ഇങ്ങനെ ഉരുകി പോണത് അയാൾ കണ്ടു. അയാൾക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പാപമാണ് ഈ മല, യേശുവിൻ്റെ രക്തമാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. അദ്ദേഹം യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ യേശുവിൻ്റെ രക്തത്തിലൂടെ സംഭവിക്കുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, എഫേസ്യോസ് 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വലിയൊരു അവബോധം, ഈ ഒരു വലിയൊരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തരുടെ മേലും നിറയട്ടെ. ഒരു പക്ഷേ വിദൂരസ്ഥരായിരിക്കുന്ന വെച്ചാൽ യേശുവിൽ നിന്ന് അകന്നു കഴിയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് ദുഃഖവെള്ളി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഒരു പക്ഷേ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. യേശുവേ നന്ദി. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കണ്ണുകളടച്ച്, യേശുവേ, അങ്ങയിൽ നിന്നും വിദൂരത്തിലേക്ക് പോയ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയ ഞങ്ങളുടെ ഓരോ മക്കളെയും, ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും, ഓരോ കൂട്ടുകാരെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ, അവരെ ശുദ്ധീകരിക്കണമേ, അവർക്കൊരു അനുതാപം നൽകണമേ. കർത്താവെ അങ്ങ് കൂട്ടിക്കൊണ്ട് വരണമേ. അങ്ങ് പാപത്തിൽ നിന്ന് കഴുകുന്നതിനാണെന്ന് മോചനം നൽകണം, ബോധ്യം നൽകണമേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. കർത്താവിന്റെ വചനം പറയുകയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശുവിൻ്റെ രക്തം വഴി രക്ഷ കൈവന്നിരിക്കുന്നു. ഇത് നമുക്ക് ഓരോ വ്യക്തികളും വ്യക്തിപരമായിട്ട് അനുഭവിക്കുകയാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. കർത്താവിന്റെ വചനം പറയുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നാം പാപം ചെയ്യാനിടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് നമ്മുടെ കർത്താവായ യേശു. ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് യേശു. എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. അത് അനേകർ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ലക്ഷങ്ങൾ, കോടികൾ അനുഭവിക്കാനിരിപ്പുണ്ട്. അവരുടെ അടുത്തേക്കെല്ലാം രക്ഷയുടെ സ്നേഹം അറിയിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്നെ പ്രതിയാണ് ഇതെല്ലാം ഏറ്റെടുത്തത്. റോമാലേഖനത്തിൻ്റെ 5-8-9 വാക്യങ്ങൾ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. അവൻ വഴി, യേശു വഴിയാണ് രക്ഷ. സെയിൻറ്റ് മോസസ് ദ ബ്ലാക്ക് എന്നൊരു വിശുദ്ധനുണ്ട്. ഒരുപക്ഷേ ചിലർ നിങ്ങളെ കേട്ട് കാണുകയില്ല. ഒരു ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. ഒരു ഭയങ്കര ഗ്യാങ്സ്റ്ററായിരുന്നു. ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്.
കുത്താനും കൊല്ലാനും വെട്ടാനൊക്കെ ആയിട്ട് അദ്ദേഹം പോട്ടെന്നാണ് പറയണത്. 6 അടിയേക്കാൾ വലിയ പൊക്കമുള്ള ആജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എതിർ സംഘം ഒരിക്കലും ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നോക്കി. കാരണം ഇത്രയും ക്രൂരനാണ് ഇയാൾ. അങ്ങനെ ഇയാൾ ഓടി 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 അവസാനം അയാൾ രക്ഷപ്പെട്ട് അദ്ദേഹം എത്തിച്ചേർന്ന എവിടെയാ? ഒരാശ്രമത്തിൽ, വിശുദ്ധരായ വൈദികർ താമസിക്കുന്ന ഒരു ആശ്രമത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് വേറെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൊല്ലുന്നു കളയും. അതുകൊണ്ട് അദ്ദേഹം അവിടെ അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു. അവരുടെ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് ദിവസം അദ്ദേഹം അവിടെ താമസിക്കാൻ ഇടയാക്കി. ആശ്രമവാസികൾ പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ. അവൻ്റെ കാര്യം തുറന്നു പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ. തുടർന്ന് ഈ ആശ്രമത്തിലെ ആളുകൾ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശുവിൻ്റെ കരുണയെക്കുറിച്ചും പാപികളെ തേടി വന്ന കർത്താവിനെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ഈ മോസസ് എന്ന വ്യക്തിയുടെ ഹൃദയം അങ്ങോട്ട് തുറക്കുകയാണ്. മോസസ് ദ ബ്ലാക്ക്. ഇയാൾക്ക് ഈ യേശുവിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഭയങ്കരമായ ആഗ്രഹം. അദ്ദേഹം അങ്ങനെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. അതിന് കുറച്ച് മാസങ്ങളും വർഷങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ കൂട്ടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അവിടെയുള്ള ആശ്രമത്തിൻ്റെ അധിപൻ്റെ അടുത്ത് പോകും, കുമ്പസാരിക്കും, പ്രാർത്ഥിക്കും, എളിമപ്പെടും, യേശുവിനെ സ്നേഹിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം ഒരാശ്രമവാസിയായി ഒരു പുരോഹിതനായിട്ട് ജീവിക്കണം. അങ്ങനെ അദ്ദേഹം വൈദികനാകുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ആകുകയാണ്. അങ്ങനെ അദ്ദേഹം ഒത്തിരി പാപകരമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്ന് യേശുവിനെ മറോട് ചേർത്ത് അദ്ദേഹം യേശുവിൻ്റെ മകനായിട്ട് ജീവിക്കുന്നു. ഒരിക്കൽ അവിടെ കൊള്ളസംഘക്കാർ വരികയും ഇദ്ദേഹത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവർ തിരിച്ചൊന്നും ചെയ്തില്ല. അദ്ദേഹം അത് സഹിച്ച് അദ്ദേഹം അവിടെ മരിച്ച് അദ്ദേഹം രക്തസാക്ഷി പോലെയായി. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിച്ച് അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ സെയിൻറ്റ് മോസസ് ദ ബ്ലാക്ക് വിളിക്കുകയാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇരുത്താനാണ്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അത്. ഇത്രയും വലിയ പാപികളായിരുന്നിട്ടും ഇത്രയും കർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ടും ആ കർത്താവ് തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി കർത്താവിൻ്റെ കൂടെ ഇരുത്തുകയാണ്. ഒപ്പം ഇരുത്തുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. നമുക്ക് പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ആ സ്നേഹം ഓർക്കും. നിങ്ങൾ ഓർത്താൽ നല്ല കള്ളൻ കുരിശിൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ 2 കള്ളന്മാർ അപ്പുറത്തുണ്ടായിരുന്നില്ലേ? എന്നിട്ട് ആ നല്ല കള്ളൻ യേശുവേ എന്നെ ഓർക്കണമേ എന്ന് ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറഞ്ഞ് യേശു മരിച്ചപ്പോൾ അവനെയും കൂടെ പറുദീസായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ യേശുവിൻ്റെ കൂടെ യേശു ഇരുത്തി അനുദപിക്കുന്ന ഒരു വ്യക്തിയെ കൂടെ ഇരുത്തുന്ന കരുണ യേശു. പ്രിയപ്പെട്ടവർ, അതിനാണ് യേശു കുരിശിൽ മരിച്ചത്. അവൻ്റെ രക്തത്തോടൊപ്പം ഒഴുകിയിറങ്ങിയ കള്ളന്മാർ രക്തമാണ്. ഒരാൾ അനുദപിച്ചു, മറ്റാൾ അനുദപിക്കാൻ പറ്റിയില്ല, അയാൾ അനുദപിച്ചില്ല. അനുദപിച്ചവനെ കൂടെ ഇരുത്തിയ ഒരു കർത്താവ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മളും നമ്മുടെ പാപങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും അനുദപിക്കണം. കാരണം യേശു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിക്കുകയാണ് ചെയ്തത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2:24. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഇത് പറയാണ്, അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ യേശു സ്വന്തം ശരീരത്തിലേക്ക് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരിക്കൽ ആളുകൾ ചോദിച്ചു, ഹു ഈസ് ദിസ് ഫ്രാൻസിസ്? അപ്പോൾ ഫ്രാൻസിസ് പിതാവ് ഇങ്ങനെ പറയുകയാണ്, ഐ ആം എ സിന്നർ, ഐ ആം എ സേവ്ഡ് സിന്നർ. രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ് ഞാൻ. പ്രിയപ്പെട്ട ഒരു സത്യമാണത്. രക്ഷിക്കപ്പെട്ട പാപി. നമ്മളെല്ലാം അങ്ങനെയാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് രക്ഷിക്കപ്പെട്ട പാപികൾ നമ്മൾ. ആ യേശുവിൻ്റെ കൂടെ ഇരുത്താൻ യേശു നമ്മളെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ധ്യാനം, ഈ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്ത കാര്യങ്ങളെങ്ങനെ ഓരോന്നും ഓർത്ത് നന്ദി പറയാൻ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ നമ്മുടെ ശാപങ്ങൾ കുരിശിൽ ഏറ്റെടുത്തു. ഗലാത്യ ലേഖനം 3:13 യേശു കുരിശിൽ ചെയ്ത ഒരു വലിയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനം പറയാണ്, യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതിനാൽ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ നമ്മുടെ എല്ലാ ശാപങ്ങളും അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് സക്കറിയ 8:13 ഒരു വചനമുണ്ട്. ഞാൻ നിങ്ങൾക്കൊണ്ടിന്ന് വായിച്ച് കേൾപ്പിക്കാം. യൂദാഭവനമേ
ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നത് പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. കർത്താവിൻ്റെ ജീവനുള്ള വചനം പറയുകയാണ്. യൂദാഭവനമേ, ഇസ്രായേൽ ഭവനം. ഒരുപക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ പേര് വിളിച്ച് ദൈവം പറയായിരിക്കും, നീ പണ്ട് ഒരു ശാപമായിരിക്കാം, നിന്നെ കൊണ്ട് പലരും പൊറുതിമുട്ടിയിരിക്കാം, എന്നാൽ ഞാൻ നിന്നെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് മിഷന് പോകണം, ശുശ്രൂഷ ചെയ്യണം, പാട്ടുപാടണം, ഒരുപാട് യേശുവിനെ സ്നേഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചെയ്യുന്നുണ്ട് അങ്ങനെ. കാരണം അവൻ്റെ യൗവനത്തിൽ അവനിങ്ങനെ പലതരത്തിൽ യേശുവിൽ നിന്ന് അകന്നു പോയി. അതിനുശേഷം ഒരു ധ്യാനമെല്ലാം കൂടി യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഓർത്ത് വീട്ടുകാരും നാട്ടുകാരെല്ലാം ഇവനൊരു ശാപമാണല്ലോ, ഇവനെ കൊണ്ട് ഞങ്ങൾ മടുത്തല്ലോ, ഇവനിങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇവൻ എത്രയോ മോശമാണ്, ഞങ്ങളുടെ മക്കളൊക്കെ ഇവനോട് കൊടുക്കഴിഞ്ഞാൽ അവർ നശിച്ചു പോകുമല്ലോ, ഇവനൊരു ശാപമാണല്ലോ എന്നൊക്കെ പലരും വിചാരിക്കുകയും പറയുകയും ചെയ്ത ചെറുപ്പക്കാരൻ യേശുവിലേക്ക് വന്നപ്പോൾ അനുഗ്രഹമായിട്ട് മാറി. അവന് ഇന്ന് അനേകർ യേശുവിലേക്ക് ആനയിക്കുന്നു. അവനെ ഓർത്ത് അവൻ്റെ അപ്പനും അമ്മയ്ക്കും സന്തോഷം, കുടുംബത്തിന് സന്തോഷം, ധ്യാനകേന്ദ്രത്തിൽ സന്തോഷം, ചെറുപ്പക്കാർക്ക് സന്തോഷം. കാരണം എന്താണ്? വചനം പറയുകയാണ്, പണ്ട് നീ ശാപമായിരിക്കാം, പക്ഷെ നീ യേശുക്രിസ്തുവിൽ വന്നാൽ നീ അനുഗ്രഹമാണ്. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അപ്പോൾ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ യേശു തൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി, ഈ ഒരു ചിന്തയും ബോധ്യവും അഭിഷേകവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മേരി ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞ വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ലൈംഗികപരമായ പാപത്തിൽ മുഴുകിക്കഴിയുന്ന ആളുകളുടെ ഒരു പ്രത്യേക മധ്യസ്ഥയാണ് അവൾ. 12-ാമത്തെ വയസ്സിൽ പാപത്തിലേക്ക് അവൾ പെട്ടുപോയി, കൊടുംപാപിനിയായിട്ട് മാറി. അങ്ങനെ 28 വയസ്സുവരെ അവൾ ഈ അശുദ്ധ പാപത്തിന് അടിമപ്പെട്ടു. 28-ാമത്തെ വയസ്സിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു കപ്പൽ പോകുന്നു, തീർത്ഥാടനത്തിനാണ്. അവൾ അതിലും കയറി പാപം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അവൾ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തെത്തി. അവിടെ ആളുകളെല്ലാം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കയറാൻ പറ്റുന്നില്ല, എന്തോ അവളെ ബ്ലോക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് അവളുടെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അനുതാപത്തിൻ്റെ ആത്മാവ് ചലിക്കാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് തോന്നുകയാണ്, എനിക്ക് ദേവാലയത്തിൽ ഒന്ന് പ്രവേശിക്കാൻ സാധിച്ചാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല. അവൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഇടയാക്കി. അവൾ ആ ക്രൂശിത രൂപത്തെ കണ്ടു. തനിക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ട്, തനിക്ക് വേണ്ടി വേദന സഹിച്ച്, തനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് യേശുവിനെ അവൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യേശുവേ, ഇനി എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി മാത്രം. അവളുടെ ജീവിതത്തെ അവൾ സമർപ്പിച്ചു. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. തുടർന്നുള്ള 28 വർഷം അനുദപിച്ച് ഉപവാസം എടുത്ത് യേശുവിനെ സ്നേഹിച്ച് അവൾ മരിച്ചു. വിശുദ്ധയായിട്ട് ദൈവം അവൾ ഉയർത്തുകയാണ്. സഭ നാമകരണം ചെയ്തിരിക്കുകയാണ്. ലൈംഗികപരമായ അശുദ്ധ പാപത്തിന് അടിമപ്പെട്ടവരുടെ പ്രത്യേക വിശുദ്ധ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറക്കരുത്, നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. അവന് വേണ്ടി നമ്മൾ ജീവിക്കണം. അതിന് തക്കതരത്തിൽ ഈ ഒരു ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം യേശു നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് വ്യക്തിപരമായ കുറേ സമയം നന്ദി പറയുക. അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി, യേശുവേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി യേശുവിനെ ആരാധിക്കുക. എൻ്റെ കർത്താവ് എന്നെ മാത്രമല്ല ലോകം മുഴുവനെയും കുരിശിലൂടെ രക്ഷിച്ചു എന്നുള്ള വലിയ സദ്വാർത്ത അനേകരിലേക്ക് എത്തിക്കാൻ തക്ക തരത്തിൽ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ പീഡാസനത്തെക്കുറിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കുന്ന ദിവസം നിങ്ങൾക്കെല്ലാവർക്കും യേശു നൽകിയ സൗജന്യ രക്ഷ സ്വന്തമായിട്ട് അനുഭവിക്കാൻ, അനേകർക്കത് പകർന്നു കൊടുക്കാൻ സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ വാത്സല്യവും നിങ്ങളെ മൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.